നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം കയർക്കട്ടയിൽ ടിപ്പർ ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബായാർ പദവിലെ മുഹമ്മദ് അഷീഫാണ് മരിച്ചത്. നാട്ടുകാരെ അമ്പരപ്പിച്ച് മഞ്ചേശ്വരത്ത് അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ 1 കിലോയോളം കഞ്ചാവ്, 3 പേർ അറസ്റ്റിൽ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിന് ഫണ്ട് ശേഖരണവുമായി CPIM. ജില്ലാ കമ്മിറ്റി നീക്കമിടുന്നത് 2 കോടി രൂപ സമാഹരിക്കുവാനാണെന്ന് വിവരം. സഹകരണ ജനാധിപത്യ വേദി കാസർഗോഡ് സഹകാരി ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭ പ്രൈമറി ജനറൽ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സ്നേഹസംഗമം 2025 സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കൊയ്യത്തവയൽ ജുമാ മസ്ജിദ് മണവാട്ടി ബീവി ദർഗാ ഷരീഫ് ഉറൂസിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മഞ്ചേശ്വരം കയർക്കട്ടയിൽ ടിപ്പർ ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈവളികെ ബായാർ പദവ് ക്യാംകോ കോമ്പൗണ്ടിന് സമീപത്തെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അഷീഫാണ് മരിച്ചത്. കാലിൽ മർദ്ദനമേറ്റതിന് സമാനമായ പാട് കണ്ടതും ശരീരം വലിച്ചിഴച്ചതുപോലെയുള്ള അടയാളം കണ്ടതും ലോറിക്കകത്ത് മുളവടിയുണ്ടായിരുന്നതുമാണ് മരണത്തിൽ ദുരൂഹത ഉയർത്തുന്നത്. ബുധനാഴ്ച പുലർച്ചെ 3:30 മണിയോടുകൂടിയാണ് കയർക്കട്ടയിൽ ടിപ്പർ ലോറിയിൽ ഡ്രൈവറായ മുഹമ്മദ് അഷീഫിനെ അബോധാവസ്ഥയിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഹൈവേ പട്രോളിംഗ് പോലീസും നാട്ടുകാരും അഷീഫിനെ ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ഫോൺ കോൾ എത്തിയതിനെ തുടർന്ന് പുലർച്ചെ 1:30 മണിയോടെയാണ് മുഹമ്മദ് അഷീഫ് തന്റെ ടിപ്പർ ലോറിയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബന്ധുവായ ഒരാളാണ് ഫോൺ വിളിച്ചത്. ഉപ്പളയിൽ എത്തേണ്ട സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള കയർക്കട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് സമീപം മുഹമ്മദ് അഷീഫിനെ അവശനിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും സാഹചര്യ തെളിവുകൾ ദുരൂഹമാണ്. കാലിൽ മർദ്ദനമേറ്റതിന് സമാനമായ പാട് കണ്ടതും ശരീരം വലിച്ചിഴച്ചതുപോലെയുള്ള അടയാളം കണ്ടതും ലോറിക്കകത്ത് മുളവടിയുണ്ടായിരുന്നതുമാണ് മരണത്തിൽ ദുരൂഹതയുയർത്തുന്നത്. മുഹമ്മദ് അഷീഫിന്റെ ചെരുപ്പുകൾ റോഡരികിലാണ് ഉണ്ടായിരുന്നത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരാതിയെ തുടർന്ന് മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതായാണ് വിവരം. പോസ്റ്റ്മോർട്ടം നടത്തിയാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. അവിവാഹിതനാണ് മരണപ്പെട്ട അസീഫ്. സക്കീനയാണ് മാതാവ്. 4 സഹോദരിമാരുണ്ട്. നാട്ടുകാരെ അമ്പരപ്പിച്ച് മഞ്ചേശ്വരത്ത് അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ 1 കിലോയോളം കഞ്ചാവ്. രക്ഷാപ്രവർത്തനം നടത്തവെയാണ് ഓട്ടോയിൽ നിന്നും കഞ്ചാവ് ലഭിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന 3 പേരെയും ഉടൻ തന്നെ പിടികൂടി നാട്ടുകാർ മഞ്ചേശ്വരം പോലീസിൽ ഏൽപ്പിച്ചു. മഞ്ചേശ്വരത്ത് അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ നിന്നും നാട്ടുകാർ 1 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത് സിനിമയെ വെല്ലുന്ന സംഭവമായി. മഞ്ചേശ്വരത്തെ നന്ദാര പദവ് എന്ന സ്ഥലത്തായിരുന്നു സംഭവം. നിയന്ത്രണം തെറ്റിയെത്തിയ ഓട്ടോ വൈദ്യുതി തൂണിലിടിച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തുകയും ഓട്ടോയിലുണ്ടായവരെ പുറത്തെടുക്കുകയും ചെയ്തു. ഇതിനിടെ ഓട്ടോയിലുണ്ടായ ഒരു പൊതി നാട്ടുകാരിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയം തോന്നി തുറന്നു നോക്കിയപ്പോഴാണ് കഞ്ചാവാണെന്ന് മനസ്സിലായത്. നാട്ടുകാർ റിക്ഷയിലുണ്ടായിരുന്ന 3 പേരെയും തടഞ്ഞു വയ്ക്കുകയും മഞ്ചേശ്വരം പോലീസിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ മഞ്ചേശ്വരം SI രതീഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും ഓട്ടോയിലുണ്ടായിരുന്ന മംഗളൂരു മഞ്ഞനാടി സ്വദേശി ജാഫർ സിദ്ദിഖ്, ഉള്ളാൾ സ്വദേശി മുഹമ്മദ് സിറാജുദ്ദീൻ, മംഗളൂരുവിലെ ബംഗാരെ നിവാസി മുഹമ്മദ് നിയാസ് എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. 1 കിലോയോളം കഞ്ചാവുള്ളതായി പോലീസ് തിട്ടപ്പെടുത്തി. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് പ്രതികളെ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. SIമാരായ ഉമേഷ്, അതുൽ റാം, SCPO ധനേഷ്, ഡ്രൈവർ പ്രശോഭ്, CPOമാരായ ദിലീപ്, ജെനിസ് കുമാർ, അനൂപ് എന്നിവരും പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ലഹരിക്കടത്തിന് തടയിടുവാൻ ശക്തമായ പരിശോധനകളാണ് മഞ്ചേശ്വരം പോലീസ് നടത്തിവരുന്നത്. ഇത്തരത്തിൽ പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടലുണ്ടായാൽ ഒരു പരിധിവരെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലഹരിക്കടത്ത് തടയുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമപോരാട്ടത്തിന് ഫണ്ട് ശേഖരണവുമായി CPIM അംഗങ്ങൾ 500 രൂപയും ജോലിയുള്ളവർ ഒരു ദിവസത്തെ വേതനവും നൽകുവാൻ നിർദ്ദേശം നൽകിയതായാണ് സൂചന. സ്പെഷ്യൽ ഫണ്ട് പിരിവിലൂടെ 2 കോടി രൂപ സമാഹരിക്കുവാനാണ് ജില്ലാ കമ്മിറ്റി നീക്കമിടുന്നതെന്നാണ് ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിനായി ഈ മാസം 20-നകം പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് അറിയുന്നത്. പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് പിരിവ്. ഒരംഗം 500 രൂപയും പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു ദിവസത്തെ ശമ്പളം നൽകാനും നിർദ്ദേശമുണ്ട്. കേസിൽ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 CPM നേതാക്കളുടെ ശിക്ഷ ഈയിടെ മരവിപ്പിച്ചിരുന്നു. ജയിൽ മോചിതരായ നേതാക്കൾക്ക് CPM വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. 14-ാം പ്രതി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവുമായ K മണികണ്ഠൻ, 20-ാം പ്രതി ഉദുമ മുൻ MLA-യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷ നടപ്പാക്കുന്നതാണ് ഹൈക്കോടതി മരവിപ്പിച്ചത്. 2-ാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നതാണ് 4 പേരെയും ശിക്ഷിക്കാൻ കാരണമായ കുറ്റം. 2019 ഫെബ്രുവരി 17-നാണ് പെരിയ കല്യോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല ചെയ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയാട്ടടുക്കം ചെരുമ്പയിൽ ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലേക്കും കടക്കുന്നതിന് സഞ്ചാരപാത അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് NH66 ജനകീയ സമരസമിതി പ്രക്ഷോഭം ശക്തമാക്കുന്നു. തിരുവനന്തപുരത്തെ NH പ്രൊജക്ട് റീജിയണൽ ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ ധർണ നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് സമരസമിതി. കാസർഗോഡ് കളക്ട്രേറ്റിന് മുന്നിൽ സമരസമിതി നടത്തിയ പ്രതിഷേധ നിരാഹാര സമരം അധികൃതർക്കുള്ള താക്കീതായി മാറി. NH66 സമരസമിതിയുടെ 24 മണിക്കൂർ നിരാഹാര സമരമാണ് കളക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചത്. KM ബഷീർ, N രാജൻ, ഭരതൻ പെരിയാട്ടടുക്കം എന്നിവരാണ് നിരാഹാരമിരുന്നത്. സമരസമിതിയുടെ ഈ പ്രതിഷേധ നിരാഹാര സമരം അധികൃതർക്കുള്ള താക്കീതായി മാറി. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം നാരങ്ങാനീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു. അതിനുശേഷം ഒരുപാട് സ്ഥലത്ത് നാടിൻ്റെ ജനങ്ങളുടെ ആവശ്യപ്രകാരം പല മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിക്കുവാൻ വേണ്ടി അവർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാടിൻ്റെ വികസനത്തിന് ആരും എതിരല്ല. നാടിൻ്റെ വികസനം എല്ലാവരും വേണമെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഈ നിരാഹാരത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഉള്ളത്. പക്ഷേ അത് നല്ല രീതിയിലായിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരാഹാര സമാപന പരിപാടിയിൽ ഖലീൽ ബങ്കണ, ആഷിഫ് സഹീർ, ഹക്കീം കുന്നിൽ, അസ്ലം ബങ്കണ, നൌഷാദ് ബങ്കണ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു. കാർഷിക കടാശ്വാസ പദ്ധതി പ്രകാരം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കാനുള്ള തുക നൽകുക, സംസ്ഥാന സഹകരണ ബാങ്ക് പ്രാഥമിക സംഘങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ ജനാധിപത്യ വേദിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സഹകാരി ധർണ നടത്തിയത്. ധർണാ സമരം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അന്തകനായി മാറിയെന്ന് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. സഹകരണ മേഖലയെ കഴുത്തുഞെരിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും സമസ്ത മേഖലയിലും പൂർണ്ണ പരാജയമായ പിണറായി സർക്കാർ ഏതാനും മാസം കഴിഞ്ഞാൽ കാണില്ലെന്നും സോണി സെബാസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു. കേരള ഗവൺമെന്റ് ആരോടും ആലോചിക്കാതെ കേരള ബാങ്കിന് രൂപം കൊടുത്തു. കേരള ബാങ്കിന് രൂപം കൊടുത്ത് അവസാനം ഇപ്പോൾ കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായി മാറിയിരിക്കുന്നു. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ റിസർവ് ബാങ്ക് അല്ല. നമ്മുടെ യശസ്വരീയനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവർണറായിരുന്ന റിസർവ് ബാങ്ക് അല്ല ഇപ്പോഴത്തെ റിസർവ് ബാങ്ക്. ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ അധ്യക്ഷന്മാരോട് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ആളുകളാണ് കേന്ദ്രത്തിലെ റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരും ഗവർണർ അടക്കമുള്ള ആളുകളും. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവർ പറയുന്നതിന് കമാന്നൊരു എതിരക്ഷരം പറയാതെ അവർ പറയുന്നതിന്റെ അടിയിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന റിസർവ് ബാങ്കിന്റെ ആളുകൾ ആ റിസർവ് ബാങ്കിന്റെ വെറുമൊരു ഏജൻസിയായി, റിസർവ് ബാങ്കിന്റെ വെറുമൊരു ബാങ്കായി കേരള ബാങ്ക് അധപ്പതിച്ചിരിക്കുന്നു. ജില്ലാ ചെയർമാൻ K നീലകണ്ഠൻ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് PK ഫൈസൽ, മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, K ശശി, PK വിനോദ് കുമാർ, കൊപ്പൽ പ്രഭാകരൻ, A പ്രകാശ് റാവു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് നഗരസഭ പ്രൈമറി ജനറൽ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം 2025 സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭ പ്രൈമറി ജനറൽ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം 2025 മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. മുനിസിപ്പാലിറ്റിയിലെ വാർദ്ധക്യം മൂലം കിടപ്പിലായവർ, ക്യാൻസർ ബാധിതർ, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ, പക്ഷാഘാതം മൂലം കിടപ്പിലായവരും അവരുടെ കുടുംബത്തെയും ചേർത്ത് നിർത്തിയാണ് സ്നേഹസംഗമം 2025 സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് കിറ്റ് വിതരണം നടത്തി. യോഗ ക്ലാസ് എന്ന വിഷയത്തിൽ ഡോക്ടർ പ്രതിഭ ക്ലാസ് എടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത ആർ, ഷിയാന ഹനീഫ്, രജനി പ്രഭാകരൻ, രഞ്ജിത ഡി, ലളിതായം, ജമാൽ അഹമ്മദ്, സ്വപ്ന കെ.എസ്, പ്രശാന്ത് എസ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി അബ്ദുൽ ജലീൽ വി ഡി സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് രമ നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 100ന്റെ നിറവിൽ തിളങ്ങി നിൽക്കുന്ന ഭീമ ജ്വല്ലറിയുടെ ആനിവേഴ്സറി ആഘോഷങ്ങൾക്ക് കാസർഗോഡ് ഷോറൂമിൽ തിരി തെളിഞ്ഞു. വിപുലമായ ഓഫറുകളാണ് ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി കാസർഗോഡ് ഭീമയിൽ ഒരുക്കിയിരിക്കുന്നത്. 19 വരെയാണ് വൈവിധ്യമാർന്ന കളക്ഷനുകളുടെ ഉത്സവം തീർത്ത് ഭീമയിൽ ആനിവേഴ്സറി സെയിൽ നടക്കുന്നത്. 100ന്റെ നിറവിൽ തിളങ്ങി നിൽക്കുന്ന ഭീമ ജ്വല്ലറിയുടെ ആനിവേഴ്സറി ആഘോഷങ്ങൾക്ക് കാസർഗോഡ് ഭീമയിലും തുടക്കമായി. 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആനിവേഴ്സറി ഫെസ്റ്റിന് കാസർഗോഡ് ഭീമയിൽ പ്രൗഢമായ ചടങ്ങിൽ തിരിതെളിഞ്ഞു. ഷോറൂം മാനേജർമാരായ ശ്രീജിത്ത്, അമർനാഥ്, ഫ്ലോർ സൂപ്പർവൈസർ അഷ്റഫ്, സൂപ്പർവൈസർ ജയകൃഷ്ണൻ, മാർക്കറ്റിംഗ് ഇൻചാർജ് ശ്രീജിത്ത് എന്നിവർ സംബന്ധിച്ചു. വൻ ഓഫറുകളാണ് ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി കാസർഗോഡ് ഭീമയിൽ ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം തന്നെ ഫെസ്റ്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. പണിക്കൂലിയിൽ 50% വരെ കിഴിവും, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 1 പവന് 1000 രൂപ അധികമായും, വജ്രാഭരണങ്ങൾക്ക് 1 ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും ലഭിക്കും. ഏറ്റവും മികച്ച ഓഫറുകളാണ് ഇത്തവണ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് ഷോറൂം മാനേജർമാരായ ശ്രീജിത്ത്, അമർനാഥ് എന്നിവർ പറഞ്ഞു. 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകളാണ് നമ്മൾ കസ്റ്റമറിനായി നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണത്തിന് നമുക്ക് HOD ഹോൾമാർക്കിലോട്ട് മാറ്റിത്തരാനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പഴയ ഗോൾഡ്, അത് മാത്രമല്ല പഴയ ഗോൾഡ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിലവിലുള്ള മൂല്യത്തേക്കാൾ 1000 രൂപയാണ് നിങ്ങൾക്ക് അധികം ലഭിക്കുന്നത്. കൂടാതെ നമുക്ക് എല്ലാ കളക്ഷൻസിലും നമുക്ക് അവൈലബിളുമാണ്. എല്ലാ കളക്ഷൻസിലും നമുക്ക് പണിക്കൂലിയിൽ 50% ഓഫർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നമ്മളെല്ലാ കസ്റ്റമറും മാക്സിമം യൂസ് ചെയ്യുക. ഭീമ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഏവരെയും ഭീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മൾ നിരവധി ഓഫറുകളാണ് നിങ്ങൾക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 15 മുതൽ 19 വരെയാണ് നമുക്ക് ആനിവേഴ്സറി ഫെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും നാളും നമുക്ക് വേണ്ടി സപ്പോർട്ട് തന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. വൈവിധ്യമാർന്ന കളക്ഷനുകളുടെ ഉത്സവമായാണ് ഭീമയിൽ ആനിവേഴ്സറി സെയിൽ നടക്കുക. ആനിവേഴ്സറി ഫെസ്റ്റിന്റെ ഭാഗമായി 1 പവന് 500 രൂപ നൽകിയുള്ള അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഭീമയുടെ കാസർഗോഡ് ഷോറൂമിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊയ്യത്തവയൽ ജുമാ മസ്ജിദ് മണവാട്ടി ബീവി ദർഗ ഷെരീഫ് ഉറൂസിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം വോർക്കാടി പൊയ്യത്തുപയൽ മണവാട്ടി ബീവി മഖാം ഉറൂസും മതപ്രഭാഷണവും വെള്ളിയാഴ്ച മുതൽ ഫെബ്രുവരി 2 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് ജമാഅത്ത് പ്രസിഡന്റ് അത്താവുള്ള തങ്ങൾ പതാക ഉയർത്തും. രാത്രി മതപ്രഭാഷണ പരിപാടി KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം 17-ാം തീയതി ജനുവരി 17 വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം പൊയ്യത്തവയിൽ ദർഗ മണവാട്ടി ബീവി ദർഗ ഷെരീഫ് സിയാറത്തിന് ബഹുമാനപ്പെട്ട പൊയ്യത്തവയിൽ മുദരിസ് അബ്ദുൽ മജീദ് ഫൈസി ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകും. തുടർന്ന് മഞ്ചേശ്വരം സംയുക്ത ജമാഅത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് അത്താവുള്ള തങ്ങൾ ഉദ്യാപനം പതാക ഉയർത്തിക്കൊണ്ട് ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ്. അതേ ദിവസം
ജനുവരി 17 മഗ്‌രിബ് നിസ്കാരാനന്തരം നടക്കുന്ന മതപ്രഭാഷണ ഉദ്ഘാടന പരമ്പര സമസ്ത കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ സയ്യിദ് കെ സാറ്റക്കോയ തങ്ങൾ കൊമ്പോൾ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് DMK മുഹമ്മദ്, ഖത്തീബ് അബ്ദുൽ ജബ്ബാർ സഖാഫി, ജനറൽ സെക്രട്ടറി N ജമാലുദ്ദീൻ, TA സിദ്ദീഖ് ഹാജി, PK ഹനീഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മെട്ടമൽ ബ്രദേഴ്സ് ക്ലബ്ബ് ചെസ് അക്കാദമിയുടെയും ചെസ് കേരളയുടെയും കാസർഗോഡ് ജില്ലാ ചെസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ABM ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജനുവരി 19 ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ നടക്കും. കേരളം, ദക്ഷിണ കന്നഡ, കുടക് മേഖലകളിൽ നിന്നായി 350-ൽ പരം ചെസ് താരങ്ങൾ മത്സരിക്കുവാനെത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 19 രാവിലെ 9 ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ നടക്കുന്ന ചെസ് ടൂർണമെന്റിൽ സീനിയർ, അണ്ടർ 15, അണ്ടർ 12, അണ്ടർ 9 എന്നീ കാറ്റഗറികളിൽ വെവ്വേറെയാണ് മത്സരങ്ങൾ. ഓരോ വിഭാഗങ്ങളിലും 15+5 സമയക്രമത്തിൽ സ്വിസ് സിസ്റ്റത്തിൽ 7 റൗണ്ട് മത്സരങ്ങളുണ്ടാകും. 1,25,000 രൂപ സമ്മാനത്തുകയുള്ള ടൂർണമെന്റിൽ പങ്കെടുക്കുന്നവർക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെ സംഘാടകർ നൽകും. മത്സരാർത്ഥികൾ വിവരങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ജനുവരി 17 അവസാനിക്കുമെന്നും സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് തൃക്കരിപ്പൂർ വെച്ച് നടക്കുന്ന ഈ ടൂർണമെന്റിൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം മുതൽ മിക്കവാറും ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കന്നഡ മേഖലയിൽ അതുപോലെ ഉടുപ്പി ജില്ലകളിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും മത്സരാർത്ഥികൾ പ്രാവശ്യം നമ്മുടെ ടൂർണമെന്റിനെ വളരെയധികം വിജയിപ്പിക്കുമെന്ന് ഇതിനകം തന്നെ രജിസ്ട്രേഷൻ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. ചെസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി VN രാജേഷ്, മെട്ടമൽ ബ്രദേഴ്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് M സലാം, ജനറൽ സെക്രട്ടറി VV സുബൈർ, ചെസ് ടൂർണമെന്റ് കമ്മിറ്റി കോർഡിനേറ്റർ PP സൈദു, വൈസ് ചെയർമാൻ K അബൂബക്കർ, കൺവീനർ CT അബ്ദുൽ വാജിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമിയുടെ 33ാമത് വാർഷികത്തിൻ്റെയും 3ാമത് ബിരുദദാന സമ്മേളനത്തിൻ്റെയും പ്രചരണാർത്ഥം നടത്തിയ സ്നേഹ സഞ്ചാരത്തിന് ഉദിനൂരിൽ സ്വീകരണം നൽകി. 3 ദിവസങ്ങളിലായി നടന്ന പ്രചാരണ പര്യടനം ചൊവ്വാഴ്ച രാവിലെ എട്ടിക്കുളത്ത് നിന്നും ആരംഭിച്ച് രാത്രി തൃക്കരിപ്പൂർ ടൗണിൽ സമാപിച്ചു. ജനുവരി 24, 25 തീയതികളിലായി തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമി കോംപ്ലക്സിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണ ഭാഗമായി സ്ഥാപന ഭാരവാഹികളും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ സ്നേഹ സഞ്ചാരത്തിന് ഉദിനൂർ ജുമാ മസ്ജിദ് പരിസരത്ത് സ്വീകരണം നൽകി. സയ്യിദ് സൈഫുള്ള അൽ മഷ്ഹൂർ തങ്ങൾ ക്യാപ്റ്റനായ സ്നേഹ സഞ്ചാരത്തിന് മലയോരത്തും തീരദേശത്തും പ്രചാരണം നടത്തിയ ശേഷമാണ് ഉദിനൂരിൽ സ്വീകരണം നൽകിയത്. അൽ മുജമ്മാഉൽ ഇസ്ലാമി ജനറൽ സെക്രട്ടറി MT അബ്ദുൽ ജലീൽ സഖാഫി, ജനറൽ മാനേജർ ജാബിർ സഖാഫി, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജർ AB അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവർ സഞ്ചാരത്തിന് നേതൃത്വം നൽകി. നല്ല മനസ്സുള്ള ഒരുപാട് നാട്ടുകാരും സഹനാട്ടുകാരും അതുപോലെ തന്നെ വിദേശികളും പ്രവാസികളുമെല്ലാം ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റുകയും അതിന് വേണ്ടുന്നതെല്ലാം സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായി ചാരിതാർത്ഥ്യത്തോടെ ഓർത്തെടുത്ത് സ്മരിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിരുന്നാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മഗ്‌രിബിന്റെ ബാങ്കിനോടടുത്ത സമയത്ത് ഈ ഉദിനൂർ സംഘടനാ കുടുംബം നൽകിയ ഹാർദവമായ സ്വീകരണത്തിന് അഗീതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും സ്വീകരണങ്ങൾ നമുക്ക് മുന്നിൽ പൂർത്തിയാക്കാനുള്ളതുകൊണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ്. മുഹമ്മദവ കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സാദിഖ് അസ്ഹനി ഇരിങ്ങൽ ഉദിനൂരിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ഉദിനൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TP അബ്ദുൽ സലാം ഹാജി, MTP അബൂബക്കർ മൗലവി, AG താജുദ്ദീൻ മൗലവി, TC ഇസ്മായിൽ, N റഷീദ് ഹാജി, PP അഹമ്മദ് കുട്ടി ഹാജി, TK ഹനീഫ, N ഇബ്രാഹിം കുട്ടി, റസാഖ് പുഴക്കര, TC മുസമ്മിൽ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വീടുകളിൽ ചികിത്സക്കിടക്കയിലായ രോഗികളെയും ബന്ധുക്കളെയും പാലിയേറ്റീവ് ദിനത്തിൽ കായലോരത്ത് ഒരുമിച്ച് ചേർത്ത് തൃക്കരിപ്പൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി സെക്കൻഡറി പാലിയേറ്റീവ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം നടത്തി. നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകരയുടെ നേതൃത്വത്തിൽ വയോധികർ ഉൾപ്പെടെയുള്ളവർ പാട്ടുപാടിയും നൃത്തം ചെയ്തും പാലിയേറ്റീവ് ദിനത്തെ ആഘോഷമാക്കി. വലിയപറമ്പ്, പിലിക്കോട്, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിയിലെ വിദഗ്ധ പരിചരണത്തിലായിരിക്കുന്ന 60-ൽ പരം രോഗികളും ബന്ധുക്കളുമാണ് IT കവായി കായലോരത്ത് സംഗമിച്ചത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു.
ഇപ്പോൾ സ്വത്ത് ഓഹരി വെക്കുന്നതിനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റിന് മെമ്പർമാർക്കെല്ലാം പണി ഹോം നേഴ്സ് പറഞ്ഞൊരു പുതിയ സാധനം വന്നു മക്കൾക്ക് പകരം അല്ലേ. ആ ഹോം നേഴ്സിനെ പരിചരിക്കുന്ന അവർ ചെയ്തോളൂ, അവർക്ക് മാസം കൊടുക്കണമല്ലോ. അത് കൊടുക്കാൻ ഓരോ മാസം ഓരോ മക്കളോട് പറയുകയാണ്. ഇതൊക്കെ നമ്മളെ വീട്ടുമുറ്റത്തുള്ളതാണ്, നമ്മുടെ പ്രദേശത്ത്. ഞാൻ പറഞ്ഞത് കാലത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ മാറ്റങ്ങളാണ്. ആ ഒരു അച്ഛൻ അമ്മ, ഒരു വൈകാരികത, മക്കൾ ബന്ധം, രക്തബന്ധം, ഒരു ആത്മബന്ധം അതൊന്നും നഷ്ടപ്പെടുകയാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അനിൽകുമാർ, എം സുമേഷ്, വി വി സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി, തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാധിക സോമൻ, സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് കെ വി ശ്രുതി, എം വി സുകുമാരൻ, ടി വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പങ്കെടുത്തവർക്ക് ഉപഹാര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. കൗതുകവും ചിന്തയും ഉണർത്തി ചാന്ദ്രയാൻ വിശേഷങ്ങൾ അജാനൂരിലെ കുട്ടികളുമായി പങ്കുവച്ച് GSLV പ്രൊജക്ട് മാനേജർ വി സനോജ്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് സംവാദം പരിപാടി സംഘടിപ്പിച്ചത്. ഒരു റോക്കറ്റിന് എന്ത് വലിപ്പമുണ്ടാകും? എല്ലാവർക്കും ബഹിരാകാശ യാത്ര സാധ്യമാണോ? ISROയിൽ ജോലി കിട്ടാൻ എന്ത് പഠിക്കണം? കുഞ്ഞു മനസ്സിലെ വലിയ ചോദ്യങ്ങൾക്ക് തന്റെ അനുഭവങ്ങളുടെ സാക്ഷ്യത്തിൽ മറുപടി നൽകി ISRO ജീവനക്കാരനും GSLV മാർക്ക് 3 പ്രൊജക്ട് മാനേജറുമായ വി സനോജ്. നമ്മുടെ കുടിക്കുന്ന മിനറൽ വാട്ടർ ബോട്ടിലില്ലേ, അതിൽ ഒരു ലിറ്റർ വെള്ളത്തിന് ഏകദേശം 1 കിലോഗ്രാം ഭാരമുണ്ട്. ഏകദേശം നമ്മുടെ PSLV റോക്കറ്റിന് ഏകദേശം 300 ടണ്ണാണ് ഭാരം. 300 ടൺ എന്ന് പറഞ്ഞാൽ 300 എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ 3 പൂജ്യം കൂടി ഇടുന്ന കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം. അപ്പോൾ ആലോചിച്ച് നോക്കി ആ റോക്കറ്റിൻ്റെ ഭാരം എത്രയാണ്. അപ്പം ഇത്രയും വലിയ സാധനം നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളതിൻ്റെ കുറേ ഭാഗങ്ങളാക്കി നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് ചെയ്യുന്നില്ല. നമ്മൾ ചില ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് നമ്മൾ ചില സാധനങ്ങൾ ഉണ്ടാക്കിയില്ലേ, ചില സാധനങ്ങൾ ചേർത്ത് വെച്ച് അതേപോലെ റോക്കറ്റിൻ്റെ പല ഭാഗങ്ങൾ ഉണ്ടാക്കി അത് പല സ്ഥലങ്ങളായിരിക്കും ഉണ്ടാക്കണം. അതെല്ലാം എവിടെയാണോ നമ്മൾ വിക്ഷേപണം ചെയ്യുന്നത്, നമ്മളിപ്പോൾ ശ്രീഹരിക്കോട്ടയാണ് നമ്മൾ വിക്ഷേപണം ചെയ്യുന്നത്, അവിടത്തേക്ക് റോഡ് മാർഗവും അതുപോലെ പല മാർഗ്ഗങ്ങളും കൊണ്ടുവന്ന് ഈ ഓരോരോ ഭാഗങ്ങൾ ഓരോന്നിനും കൂടെ യോജിപ്പിച്ച് ചിലപ്പോൾ 1 മീറ്റർ ഉയരമായിരിക്കും അല്ലെങ്കിൽ 2 മീറ്റർ ഉയരമായിരിക്കും. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് യോജിപ്പിച്ചാണ് ഏകദേശം നമ്മൾ 42 മീറ്റർ ഉയരം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞനാകാനുള്ള ആദ്യ തയ്യാറെടുപ്പ് തന്റെ ചുറ്റുപാടുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തം. പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് കൂടെ നിൽക്കാൻ ആളുകൾ വരേണ്ടത്. കാരണം ഇന്നലെ വിജയിച്ചവരും നാളെ വീണ്ടും വിജയിക്കേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂർവ്വവിദ്യാർത്ഥി സംഘടന ഒരുക്കിയ സംവാദത്തിൽ പ്രധാനാധ്യാപകൻ വി മോഹനൻ അധ്യക്ഷനായി. പൂർവ്വവിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് കുത്തിക്കാൽ, ട്രഷറർ എ ഹമീദ് ഹാജി, PT പ്രസിഡന്റ് ജാഫർ പാലായി, SMC ചെയർമാൻ ഷഫീഖ് ആവിക്കൽ, പൂർവ്വവിദ്യാർത്ഥി സംഘടനാ വൈസ് പ്രസിഡന്റ് കെ മണികണ്ഠൻ, KG സജീവൻ, P നനീഷ, സീനിയർ അധ്യാപിക C സുലേഖ, സ്റ്റാഫ് സെക്രട്ടറി K സജിത, P ധന്യ, P പ്രസീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 60ാം വാർഷികാഘോഷം. സമാപന സമ്മേളനം 19-ന് നടക്കും. ജനുവരി 17-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കും. തുടർന്ന് തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന നാടകം ലക്ഷ്മണരേഖ അരങ്ങിലെത്തും. ജനുവരി 18-ന് കലാസന്ധ്യ. നവകേരള മിഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് രാമചന്ദ്രൻ വേലാശ്വരത്തിന്റെ ശിക്ഷണത്തിൽ അംഗൻവാടി കുട്ടികൾ മുതൽ 70 വയസ്സുവരെയുള്ള ക്ലബ്ബ് പ്രവർത്തകർ അണിനിരക്കുന്ന നൃത്തങ്ങൾ. 19-ന് നടക്കുന്ന കുടുംബസംഗമം CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം M പൊക്ലൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക പ്രഭാഷകൻ സജീവൻ ശ്രീകണ്ഠപുരം മുഖ്യപ്രഭാഷണം നടത്തും. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ബുക്ക് പ്രകാശനം നിർവഹിക്കും. തുടർന്ന് പ്രസീത ചാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ ഷോ അരങ്ങിലെത്തും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ P കൃഷ്ണൻ, PV അജയൻ, KP രാജൻ, KV കുമാരൻ, KV ബാലകൃഷ്ണൻ, അശോകൻ മാസ്റ്റർ, M ചന്തുകുഞ്ഞി, V രജനീഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം കയർക്കട്ടയിൽ ടിപ്പർ ലോറിയിൽ ഡ്രൈവറെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബായാർ പദവിലെ മുഹമ്മദ് അഷീഫാണ് മരിച്ചത്. നാട്ടുകാരെ അമ്പരപ്പിച്ച് മഞ്ചേശ്വരത്ത് അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ 1 കിലോയോളം കഞ്ചാവ്. 3 പേർ അറസ്റ്റിൽ.
പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിന് ഫണ്ട് ശേഖരണവുമായി CPIM. ജില്ലാ കമ്മിറ്റി നീക്കമിടുന്നത് 2 കോടി രൂപ സമാഹരിക്കുവാനാണെന്ന് വിവരം. സഹകരണ ജനാധിപത്യ വേദി കാസർഗോഡ് സഹകാരി ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭ പ്രൈമറി ജനറൽ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സ്നേഹസംഗമം 2025 സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കൊയ്യത്തവയൽ ജുമാ മസ്ജിദ് മണവാട്ടി ബീവി ദർഗാ ഷരീഫ് ഉറൂസിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.